ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ലക്ഷ്മീനെയാണ്. അപ്പം ലക്ഷ്മി ശരത്തിനോട് പറയാം, നിന്നോട് വീട്ടിലേക്ക് പോകാനല്ലേ പറഞ്ഞത്, എന്നിട്ട് നീ എന്താ വീട്ടിലേക്ക് പോകാത്തത്? അത് പിന്നെ എനിക്ക് ജോലിയുണ്ട്, ചിട്ടിക്കാശ് അടയ്ക്കണ്ടേ, ഇന്ന ചിട്ടിക്കാശ് തരാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എവിടെ നാടാ അതിന് നിനക്ക് കാശ്? അത് പിന്നെ ഞാൻ ജോലിക്ക് പോകുന്നുണ്ടല്ലോ, എനിക്ക് ഇന്ന ശമ്പളം കിട്ടിയത്. അപ്പോൾ നമ്മുടെ ദേവ് പറഞ്ഞു, നീ ആൻ്റണിയുടെ അടുത്തല്ലേ ജോലിക്ക് പോകുന്നത്, ആ ജോലി വേണ്ടെന്ന് എത്ര തവണ ഞങ്ങൾ പറഞ്ഞതാ, അതൊന്നും നീ കേൾക്കില്ലല്ലേ? നീ ഞങ്ങൾ പറയുന്ന അല്ലെങ്കിലും കേൾക്കില്ലല്ലോ. നീ അവൻ്റെ അടുത്ത് ജോലിക്ക് പോകണ്ട, ഇന്ന് നീ ജോലി അവസാനിപ്പിച്ചോ. അത് പിന്നെ എൻ്റെ അമ്മ പറഞ്ഞത് തന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കരുത്, ഇത് ഞാൻ അധ്വാനിച്ച് ഉണ്ടാക്കിയ ക്യാഷാ, ഇത് മേടിക്ക് എന്നിങ്ങനെ നമ്മുടെ ശരത്ത് പറയുകയാണ്. ഭയങ്കര അഭിമാനത്തോടു കൂടിയാട്ടോ ശരത്ത് പറയുന്നത്. എന്നിട്ട് നമ്മുടെ ലക്ഷ്മിയുടെ കയ്യിലേക്ക് അതങ്ങ് കൊടുത്തു. അപ്പോഴത്തേക്ക് പെട്ടെന്ന് രേവതി വന്നിട്ട്, ശരത്തെ നീ ഇവിടെ ഉണ്ടായിരുന്നോ, നിന്റെ കൈ എങ്ങനെയുണ്ട്? ശരിയായി വരുന്നുണ്ട്. അപ്പം ലക്ഷ്മി ചോദിച്ചു, നീ എന്താ കട തുറന്നില്ലേ, നീ ഈ സമയത്ത് വന്നത്? അത് പിന്നെ ഇവിടെ അടുത്ത് 1-2 മാല കൊടുക്കാൻ വേണ്ടി പോയതാ, തിരിച്ച് പോകുന്ന വഴിക്കേ ഞാൻ ഇവിടെ കയറിയതാ. അല്ല സച്ചി എന്താ നിന്റെ കൂടെ വരാതിരുന്നത്? അത് പിന്നെ ഞാൻ ഇവിടേക്കായിട്ട് വന്നതല്ലല്ലോ, അതുകൊണ്ടല്ലേ. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശരത്ത് പറഞ്ഞത്, അത് പിന്നെ അദ്ദേഹം എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത്, നമ്മളെ കാണരുതെന്ന് രേവതി ചേച്ചിയോട് പറഞ്ഞാണല്ലേ. അപ്പം ദേവ് പറഞ്ഞു, നമ്മളെയല്ല നിന്നെ കാണരുതെന്നാണ് പറഞ്ഞത്. അപ്പം ലക്ഷ്മി പറഞ്ഞു, നടക്കാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ നടന്നു, നിന്റെ മനസ്സിൽ ഇപ്പം അവനോട് ദേഷ്യമാണ്, ആ ദേഷ്യം അങ്ങ് കളയേ. അപ്പം രേവതി പറഞ്ഞു, ഞാനിപ്പോൾ ഇവനെക്കുറിച്ച് സച്ചേട്ടനോടൊന്നും സംസാരിക്കാറില്ല, അതിൻ്റെ കാര്യമില്ലല്ലോ. ഇപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നോട് ദേഷ്യമൊന്നുമില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ നീ ആദ്യം നന്നാക്കാൻ നോക്ക്. പിന്നെ സച്ചേട്ടൻ്റെ കാറ് വിൽക്കേണ്ടി വന്നത് ഇവനും ആൻ്റണി എന്ന് പറയുന്ന ഒറ്റ ഒരുത്തനും കാരണമാണ്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇല്ലാ കഥകൾ പറഞ്ഞ് ചേച്ചീനെ വിശ്വസിപ്പിച്ചിരിക്കുകയല്ലേ അദ്ദേഹം. ഇതില്ലാ കഥയൊന്നും അല്ല സച്ചി. ആൻ്റണി സച്ചേട്ടനോട് കാലിൽ വീണ് ക്ഷമ പറയാൻ പറഞ്ഞു. അപ്പം എൻ്റെ സച്ചേട്ടൻ കാലിൽ വീണ് മാപ്പ് പറയണോ അല്ലേ ആൻ്റണിയോട്? ഇല്ല, ഒരിക്കലും അതിന് ഞാൻ സമ്മതിക്കില്ല. വേണ്ടതെല്ലാം ഞാൻ ആൻ്റണിക്ക് കൊടുത്തിട്ടുണ്ട്, വയറ് നിറയെ. അല്ല നിന്നോട് ഒന്ന് പറഞ്ഞില്ലേ അവൻ? അപ്പം ചേച്ചി കാണാൻ പോയോ? പിന്നെ കാണാതെ. ഇനി സച്ചേട്ടനെ കാണാൻ വഴിക്ക് കൂറുകെ വന്നാലുണ്ടല്ലോ, അവൻ്റെ ചെകിട് ഞാൻ അടിച്ച് പൊട്ടിക്കും. അവനോട് ഞാനത് പറഞ്ഞിട്ടുമുണ്ട്. ഇത് കേട്ടത് നമ്മുടെ ശരത്ത് അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക്, ശരത്തെ നീ നിൽക്ക്, ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നീ എവിടെ പോവാ? നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞില്ലേ അവൻ്റെ അടുത്ത് ജോലിക്ക് പോകരുതെന്ന്. അവനുമായിട്ടുള്ള നിൻ്റെ കൂട്ടുകെട്ട് അത് നിന്നെ എവിടെ കൊണ്ട് എത്തിക്കുന്ന എനിക്കറിയില്ല. ചേച്ചിയുടെ ഭർത്താവാണോ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് എന്നെ ഉപദേശിക്കാൻ? പിന്നെ അവന് വേറെ, അല്ല അവനെന്നല്ല അദ്ദേഹത്തിന് വേറെ ജോലിയില്ലേ? ആര് വിചാരിച്ചാലും നീ നന്നാവില്ലെന്ന് സച്ചേട്ടനെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെന്തിനാ ഉപദേശിക്കുന്നത്? നീ അവനെ വിട് രേവതി, പോട്ടെ, അവൻ എവിടെയെങ്കിലും പോട്ടെ. അല്ല താലികെട്ടൽ ചടങ്ങിൻ്റെ കാര്യം എങ്ങനെയായി മോളെ? വീട്ടിൽ വെച്ചാണോ നടത്തുന്നത്? വീട്ടിലൊന്നുമല്ല, അത് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്തുന്നത്. പിന്നെ സച്ചേട്ടൻ വരണ്ട, സച്ചേട്ടൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാകും, അതുകൊണ്ട് സച്ചേട്ടനോട് വരണ്ടെന്ന് പറഞ്ഞു. വർഷയുടെ അമ്മ കുത്തി കൊടുത്തതാ. അപ്പോൾ ശരത്ത് പറഞ്ഞു, അവൻ വലിയ പ്രശ്നക്കാരനാണല്ലോ. അവനല്ല, സച്ചേട്ടൻ വലിയ പ്രശ്നക്കാരനാണല്ലോ, എവിടെ ചെന്നാലും പ്രശ്നം ഉണ്ടാക്കും, അതുകൊണ്ടാണ് ആ സ്ത്രീ അങ്ങനെ പറഞ്ഞത്. അതെ, അതിശയിക്കാനൊന്നുമില്ല. അപ്പോഴത്തേക്കാണ് നമ്മുടെ ദേവ് പറഞ്ഞത്, അന്ന് നീയും കുറച്ച് ഓവറാ, അന്ന് 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നു, എന്നിട്ട് നീ കൂടുതൽ ന്യായീകരിക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, അല്ല മോളെ സച്ചേട്ടൻ എന്നിട്ട് വരുന്നില്ലേന്ന് ചോദിച്ചു. നിന്റെ സച്ചേട്ടൻ വരുന്നില്ലേന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, സച്ചേട്ടൻ വരുന്നുണ്ട്, ഞാനും അച്ഛനും ഒരു വിധത്തിൽ പറഞ്ഞ് സമ്മതിച്ചു, പിന്നെ ഫംഗ്ഷന് എല്ലാവരെയും വിളിക്കാമെന്ന് പറഞ്ഞതാണ്, വേണ്ടാന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം ദേവി ചോദിച്ചാൽ എന്താ അങ്ങനെ പറഞ്ഞത്? ഞങ്ങൾ വരുന്നത് ചേച്ചിക്ക് ഇഷ്ടമല്ലേ? നിങ്ങൾ വരുന്നത് എനിക്ക് ഇഷ്ടക്കേടാണോടി? ഇഷ്ടക്കേട് കൊണ്ടൊന്നുമല്ല, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് സത്യമായിട്ടും എനിക്ക് നല്ല പേടിയാണ്. ഒന്നാമത് സച്ചേട്ടൻ്റെ കാര്യം ഓർക്കുമ്പോൾ പേടിയാവുക. പ്രശ്നം ഉണ്ടായാൽ ഒരാവശ്യമില്ലാതെ അമ്മ നിങ്ങളെ പഴിക്കും, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിക്കും, അതൊന്നും നോക്കി കാണാൻ എനിക്ക് പറ്റില്ല. അപ്പോഴത്തേക്ക് ശരത്ത് പറഞ്ഞു, നിങ്ങൾ വിളിച്ചാലും ഞങ്ങൾ ഫംഗ്ഷന് വരില്ല, മറ്റ് 2 മരുമക്കളും പണക്കാരാ. ചേച്ചി അങ്ങനെയല്ല, ചേച്ചി ദീർഘവാസിയാണല്ലോ. പിന്നെ ചേച്ചിയുണ്ടല്ലോ, ഒരു കാര്യം ഓർക്കണം, ചേച്ചിയോടും ചേച്ചിയുടെ വീട്ടുകാരോടും അവർ മറ്റവരോട് കാണിക്കുന്ന സ്നേഹമൊന്നും കാണിക്കത്തില്ല. ഞങ്ങളെ കാണുന്ന പോലും അവർക്കിഷ്ടമല്ല, അറപ്പും വെറുപ്പും ഒക്കെ തന്നെയാണ്. പിന്നെ എന്തിനാ വലിഞ്ഞു കയറി ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നത്? പിന്നെ പണക്കാരായിരുന്നെങ്കിൽ ഞങ്ങളെ ചടങ്ങിന് അവർ വീട്ടിൽ വന്ന് ക്ഷണിച്ചേനെ. പണം വേണം ചേച്ചി, എങ്കിലും സ്നേഹവും ബഹുമാനവും ഒക്കെ കിട്ടത്തുള്ളൂ. ശരത്തെ, അത് തെറ്റാ നീ പറഞ്ഞത്. എല്ലാം നിശ്ചയിക്കുന്നതേ പണമൊന്നുമല്ല.
അതാ നീ അറിയാതെ പോയത്. അപ്പം ദേവ് പറഞ്ഞു, ഇവനോടാതൊന്നും പറഞ്ഞ് മനസ്സിലാവില്ല ചേച്ചി, പണം സമ്പാദിച്ചാൽ എല്ലാം ആയെന്നാ ഇവൻ്റെ വിചാരം, എല്ലാം തികഞ്ഞുവെന്ന്. അപ്പം നമ്മുടെ രേവതി പറഞ്ഞു, ശരത്തെ നമുക്ക് ജീവിക്കാനുള്ള പണം മതി, അല്ലാതെ നമ്മൾ വാരിക്കോരി പണം എല്ലാം കൂടി എടുത്തുകൊണ്ട് വന്ന് ജീവിച്ചെന്ന് പറഞ്ഞ് നമുക്ക് ബഹുമാനമൊന്നും കിട്ടില്ല. ചേച്ചി എന്ത് പറഞ്ഞാലും ശരി, പണമാ എല്ലാം നിശ്ചയിക്കുന്നത്. പണമുള്ളവനെ ബഹുമാനവും സമൂഹത്തിലെ ഒരു സ്ഥാനവും ഉണ്ടാകത്തുള്ളൂ. ഞാൻ പണം ഉണ്ടാക്കും, കോടീശ്വരനാകും, അതാ എൻ്റെ ഒറ്റ ലക്ഷ്യം. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം എല്ലാവരും നമ്മുടെ കാൽ ചുവട്ടിൽ വരും. നോക്കിക്കോ, ദേ ഞാൻ ജോലി ചെയ്യുന്നതിനിടയിൽ ഇങ്ങോട്ടേക്ക് വന്നത്, സമയമായി, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരത്ത് അങ്ങ് പോവുകയാണ് കേട്ടോ. മനസ്സിലായി കേട്ടോ നമ്മുടെ രേവതിക്ക്, ശരത്തിന് ഇനി പിടിച്ചാൽ കിട്ടില്ല, കൈവിട്ടു പോയിന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, അമ്മേ ഇവനെന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കുറച്ച് നാളായി ഇവൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇങ്ങനെ പോയാൽ അവൻ്റെ ഭാവി എന്താകും അമ്മേ? അത് വിട്, അവൻ്റെ കാര്യം വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തലവേദനയാണ്. പിന്നെ പോകെ പോകെ അവൻ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുമായിരിക്കും, എല്ലാം ശരിയാകുമായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. എങ്കിൽ പിന്നെ അമ്മേ ഞാൻ ഇറങ്ങുവാണ് കേട്ടോ, ദേവു ഞാൻ ഇറങ്ങുവാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അങ്ങ് പോവുകയാണ് കേട്ടോ. ഈ ശരത്ത് പോകുന്ന പോക്ക് കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരത്ത് മിക്കവാറും ഒട്ടനെ തന്നെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാക്കി വെക്കും. അത് ഉറപ്പായ കാര്യം തന്നെയാണ്. ഇതിനുശേഷം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിയാണ് കേട്ടോ. അപ്പോൾ ശ്രുതിയാണെങ്കിൽ മേക്കപ്പ് സ്റ്റുഡിയോയിലാണ്, അതായത് ബ്യൂട്ടി പാർലറിലാണ് ഉള്ളത്. എന്നിട്ട് ഇങ്ങനെ ഒരാൾക്ക് ടച്ചപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു സ്റ്റാഫ് കയറി വന്നിട്ട്, മേഡം, ശ്രുതി മേഡം, മേഡത്തിനെ കാണാൻ വേണ്ടി ഒരു സ്ത്രീ വന്നിട്ടുണ്ട്. അല്ല ആരാണെന്ന് പറഞ്ഞില്ലേ? വിമല എന്നാ പേര്. വിമലെന്നോ? അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ശ്രുതിക്ക് മനസ്സിലായത് തൻ്റെ അമ്മ വന്നിട്ടുണ്ടെന്ന്. ശ്രുതി അവിടെ നിന്ന് ഓടിയിട്ടോ, ഓടി നേരെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അമ്മ വന്നിങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് ശ്രുതി എന്നിട്ട്, അമ്മേ ഇതെന്ത് പണി അമ്മ കാണിച്ചത്? കയറി വാ, ഇവിടെ ഇരിക്കരുതെന്ന് പറഞ്ഞു. ഇത് കണ്ടത് നമ്മുടെ, അതായത് ശ്രുതിനെ കണ്ടത് നമ്മുടെ വിമല എണീറ്റിട്ട് കല്യാണി എന്നിങ്ങനെ വിളിച്ചു. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഒരു സ്റ്റാഫ് വന്നത്. അപ്പോൾ പെട്ടെന്ന് മോളെ ശ്രുതി എന്നാക്കി കേട്ടോ. അപ്പോഴത്തേക്കും അമ്മ അകത്തേക്ക് വരാനല്ലേ പറഞ്ഞത്, കയറി ബാവെന്ന് പറഞ്ഞു. അങ്ങനെ അകത്തേക്ക് കയറി ചെന്നു നമ്മുടെ വിമല അകത്തേക്ക് കയറി ചെന്നു. അപ്പോഴത്തേക്കും തന്നെ വാതിൽ ഡോർ അങ്ങോട്ട് അടച്ചു കേട്ടോ. എന്നിട്ട് സ്റ്റാഫിനോട് പറഞ്ഞു, അതെ നീ ഇവിടെ തന്നെ നിൽക്കണം കേട്ടോ, എൻ്റെ അനുവാദം ചോദിക്കാതെ ആരെയും അകത്തേക്ക് കടത്തിവിടാൻ പാടില്ല. ഓക്കെ മേഡം, ആരെയും കടത്തിവിടില്ല. ആര് വന്നാലും എന്നോട് വന്ന് പറയണം, മനസ്സിലായല്ലോ? ശരി മേഡം, ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അകത്തേക്ക് കയറി പോയി കേട്ടോ. അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ വേറൊരു പെണ്ണ് നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും പറഞ്ഞു, പാഴ്സൽ വന്ന സാധനങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ, ഒന്ന് ചെല്ലാൻ പറഞ്ഞു. എന്നിട്ട് ആ പെണ്ണിനെ അങ്ങോട്ടേക്കും പറഞ്ഞു വിട്ടു. പിന്നെ ആ ഒരു റൂമിനകത്ത് നമ്മുടെ ശ്രുതിയും വിമലയും മാത്രമേ ഉള്ളൂ. എന്നിട്ട് ശ്രുതി പറഞ്ഞു, എന്തിനാ അമ്മ ഇങ്ങോട്ടേക്ക് വന്നത്? അത് പിന്നെ ഞാൻ വരുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? മീരയുടെ വീട്ടിൽ ചെന്നിരുന്നാൽ പോരായിരുന്നോ? വൈകുന്നേരം വന്ന് ഞാൻ അമ്മേനെ കാണില്ലായിരുന്നോ? അത് പിന്നെ മോളെ എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പോരുന്നതിന് മുമ്പ് എന്നെ ഒന്ന് വിളിക്കാൻ പാടില്ലായിരുന്നോ? അത് പിന്നെ ആദ്യം അയൽവക്കത്തെ വീട്ടിൽ നിർത്തിയിട്ടാണ് വന്നത്. ഞാൻ പെട്ടെന്ന് അങ്ങ് പോകും, ഒത്തിരി നേരം നിൽക്കാൻ വേണ്ടിയല്ല, മോളെ ഒന്ന് കാണണം, പൈസ തരണം, പോകണം. നീ എന്തിനാ മോളെ ഇങ്ങനെ പേടിക്കുന്നത്? ഇത്രയും പേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എപ്പോഴാ താലിമാറ്റൽ ചടങ്ങ്? അത് നാളെയാ. അല്ല മോള് എങ്ങനെയാ, തയ്യാറെടുത്തോ? തയ്യാറൊക്കെ എടുത്തു. വർഷയുടെ വീട്ടുകാർ ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെയും അവളുടെയും ചടങ്ങ് ഒരുമിച്ച് അവിടെ വെച്ചാണ് നടത്തുന്നത്. അതെ മോളെ, നന്നായി വരും, നല്ല കാര്യമാണ് ഓരോന്ന് നടക്കുന്നത്. എൻ്റെ മോളുടെ ജീവിതത്തിൽ നല്ലത് മാത്രമേ വരത്തുള്ളൂ. നിൻ്റെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം നടക്കുമ്പം എനിക്ക് കൂടാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ. സാരമില്ല മോളെ, പോട്ടെ. അല്ലമ്മേ, ഞാൻ ചടങ്ങിൻ്റെ ഫോട്ടോയൊക്കെ അമ്മയ്ക്ക് അയച്ചു തരാം, പോരെ? മതി. ദേ മോള് പറഞ്ഞ തുക ദേ ഇതിനകത്തുണ്ട്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി ക്യാഷ് എടുത്തു കേട്ടോ. ക്യാഷ് എടുത്തിട്ട് തുറന്നു നോക്കിയിട്ട്, ഇത്രയും ക്യാഷോ? ഇതമ്മയ്ക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അല്ല അമ്മ കടം മേടിച്ചോ? അത് പിന്നെ സ്വർണം പണയം വെച്ച് ക്യാഷ് വാങ്ങി തരാമെന്നല്ലേ അമ്മ പറഞ്ഞത്. ഇത്രമാത്രം സ്വർണ്ണമൊന്നും അമ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ലല്ലോ. അത് പിന്നെ ആദ്യ വിവാഹത്തിന് നിന്റെ കഴുത്തിൽ കിട്ടിയ താലിമാല, അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. അത് ഞാൻ എന്ത് ചെയ്തു? പണയപ്പെടുത്തിയാൽ തിരിച്ചെടുക്കാൻ കഴിയത്തില്ലല്ലോ, അതുകൊണ്ട് വിറ്റിട്ട് അത്യാവശ്യം പൈസയും കിട്ടി. ദേ ആ പൈസ ഇത്. അത് കേട്ട് നമ്മുടെ ശ്രുതി ഞെട്ടിപ്പോയിട്ടോ. ശ്രുതി, അമ്മേ ആ ക്യാഷോ? ആ ക്യാഷായത്. ആ താലിമാല നിനക്ക് ഉപകാരപ്പെട്ടില്ലല്ലോ. നിനക്ക് ഈ താലിമാല കഴുത്തിൽ നിന്നും പോകാതിരിക്കാൻ ആ ക്യാഷ് ഉപകാരപ്പെടട്ടെ, അതുകൊണ്ടാണ് ഞാൻ ഇതും കൊണ്ട് വന്നത്. മോള് സങ്കടപ്പെടുകയൊന്നും വേണ്ട, നല്ല രീതിയിൽ തന്നെ ചടങ്ങുകളൊക്കെ നടക്കും. അത് പിന്നെ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. നിന്റെ ആവശ്യമല്ലേ ഇപ്പം നടക്കേണ്ടത്, അതുകൊണ്ട് ഇത് തന്നെയാണ് നല്ലത്.
അത് പിന്നെ അമ്മേ, അന്ന് കഴിഞ്ഞതൊക്കെ ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒരു താലിമാല അമ്മയുടെ കയ്യിലുള്ള കാര്യം തന്നെ സത്യമായിട്ട് ഞാൻ മറന്നു പോയിരുന്നമ്മേ. എനിക്ക് വേണ്ടി അത് വിൽക്കണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെതായ ഒന്നും എനിക്ക് വേണ്ടായിരുന്നു, ഓർമ്മകൾ പോലും. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോളെ, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. ഇപ്പം നിനക്ക് ക്യാഷിൻ്റെ ആവശ്യം വന്നു, അത് വിറ്റു, അത്രമാത്രം. വേറെ ഒന്നും ആലോചിക്കേണ്ട. ക്യാഷ് സംഘടിപ്പിക്കാൻ എൻ്റെ മുന്നിൽ വേറെ വഴികളൊന്നുമില്ലായിരുന്നു. ദേ ഈ വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വീണ്ടും ആ കാര്യം തന്നെ വീണ്ടും ഓർക്കാണ് കേട്ടോ. വല്ലാത്തൊരു ഫീലിങ്സ് തോന്നുകയാണ് നമ്മുടെ ശ്രുതിക്ക്. കാരണം എന്ത് ചെയ്യാൻ, ആ കെട്ടുതാലി വിറ്റിട്ട് പുതിയ കെട്ടുതാലി മേടിക്കേണ്ട ഒരവസ്ഥ വന്നില്ലേ, അതൊക്കെ ആയിരിക്കാം. ഏതായാലും ഈ സമയത്ത് പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര വരികയാണ്. ചന്ദ്ര ബ്യൂട്ടി പാർലറിലേക്ക് കയറി വരുന്നു. ഓ എൻ്റെ ദൈവമേ, എന്താവും അറിയില്ല. ചന്ദ്ര കയറി വന്ന ഉടനെ അവിടെ ഇരുന്ന ആ സ്റ്റാഫിനോട് ചോദിച്ചു, ശ്രുതി ഇല്ല ഇവിടെ? അകത്തുണ്ട് മാഡം എന്ന് പറഞ്ഞ് അകത്ത് കയറി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും, അയ്യോ മാഡം അകത്ത് കയറി പോവില്ല, അവിടെ നിൽക്ക്. അവിടെ നിൽക്കാനോ? എന്തിനാ ഞാനിവിടെ നിൽക്കുന്നത്? അത് പിന്നെ ശ്രുതി മേഡം ബിസിയാ, അതുകൊണ്ടാ. അനുവാദമില്ലാതെ ആരെയും അകത്തേക്ക് കടത്തി വിടരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. ഓഹോ, അവളുടെ അമ്മായിമ്മയെ ഞാൻ. എനിക്ക് ആരുടെ അനുവാദമൊന്നും വേണ്ട അകത്ത് കടക്കാനായിട്ട്. വേണം, ഇവിടെ വെയിറ്റ് ചെയ്യൂ. ഇവിടെയുള്ളവർക്ക് അനുവാദമില്ലാതെ കടത്തി വിടില്ല ആരെയും. അങ്ങനെയാണ് എല്ലാവരും. അതുകൊണ്ട് ഇവിടെ നിൽക്ക്, ഞാൻ ശ്രുതി മേഡത്തിനോട് പറയാം നിങ്ങൾ വന്നിട്ടുണ്ട് എന്ന്. ഇത് പറഞ്ഞിട്ട് ആ സ്റ്റാഫ് അങ്ങ് പോയി കേട്ടോ. ഇത് കേട്ടത് നമ്മുടെ ചന്ദ്രയ്ക്ക് ഒരു വിലയും തരത്തില്ലാത്ത വൃത്തികെട്ട സ്റ്റാഫുകൾ, ഇവരെയൊക്കെ മാറ്റി വെക്കത്തില്ലേ? എൻ്റെ പേര് മാറ്റി. ഈ പേര് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരിക. ഗ്രീൻലാൻഡ് പോലും, ഗ്രീൻലാൻഡ് കോപ്പ് പേരുമായിട്ട് വന്നേക്കുക. എൻ്റെ പേര് എഴുതി വെച്ചിരുന്ന സ്ഥലത്ത് ഇപ്പം എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? എൻ്റെ പേരും പോയി, എൻ്റെ മര്യാദയും പോയി. കൊള്ളാം, നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുറത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ആ ഒരു സ്റ്റാഫ് ആ റൂമിനകത്തേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. മേഡം എന്ന് വിളിച്ചുകൊണ്ടാണ് കയറി ചെല്ലുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അത് പിന്നെ മേഡത്തിനെ കാണാൻ വേണ്ടി മേഡത്തിൻ്റെ അമ്മായിയമ്മ വന്നിട്ടുണ്ട്. ആണോ? കയറി വരാൻ പറയൂ. അമ്മായിയമ്മയോ എന്ന് പറഞ്ഞു. ഞെട്ടിപ്പോയി കേട്ടോ. അപ്പോഴത്തേക്കും ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എങ്ങനെയെങ്കിലും 2 മിനിറ്റ് ഒന്ന് അവിടെ പിടിച്ച് നിർത്താൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഭയങ്കര വെപ്രാളമായി പോയിട്ടോ. അപ്പം നമ്മുടെ വിമലയ്ക്കും ഭയങ്കര വെപ്രാളമായി. വിമല പറഞ്ഞു, മോളെ ഞാനൊരു കാര്യം ചെയ്യാം, ബാക്കിൽ കൂടെ ഇറങ്ങി വല്ലതും പോകാം. ബാക്കിൽ കൂടെ ഒന്നും ഇറങ്ങി പോകാൻ പറ്റില്ലമ്മേ. ബാക്കിൽ ഇറങ്ങിപ്പോയാൽ അമ്മ ഈ ഭിത്തി തുളച്ച് പോകേണ്ട ഒരു, ഇവിടെ വാതിലൊന്നുമില്ല. ഏതായാലും ഇനിയിപ്പോൾ എന്ത് ചെയ്യും എൻ്റെ ഈശ്വരൻ, എനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിറച്ച് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ഈ സ്റ്റാഫ് എന്നിട്ട് നമ്മുടെ ചന്ദ്രയോട് പറഞ്ഞു, ഇപ്പം കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഓഹോ അങ്ങനെയാണോ? ഞാൻ കണ്ടിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് നമ്മുടെ ചന്ദ്ര വഴക്കുണ്ടാക്കുക. ഈ സമയം കൊണ്ട് നമ്മുടെ വിമലനെ പാക്കപ്പൊക്കെ, അതായത് മുഖത്തെന്തോ പാക്കപ്പൊക്കെ ഇട്ടിട്ട് 2 കുക്കുമ്പറൊക്കെ കണ്ണിലെടുത്ത് വെച്ച് ഇങ്ങനെ ഇരുത്തിയേക്കുവാണ്. അതായത് ഒരു എന്താ പറയുക, ബ്യൂട്ടി പാർലറിൽ വന്നൊരു കസ്റ്റമറിനെ ഇരുത്തിയേക്കുന്നത് പോലെ. ചന്ദ്ര അവിടെ നിന്ന് കുറേ നേരം മല്ല് പിടിച്ചു. എന്നിട്ട് ചന്ദ്ര അകത്തേക്ക് കയറി വന്നു കേട്ടോ. അകത്തേക്ക് കയറി വന്നപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ, ഒരു സ്ത്രീക്ക് ഇങ്ങനെ, വിമലയാണെന്ന് അറിയത്തില്ല, ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഫേഷ്യലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ചന്ദ്രനെ കണ്ടതും അമ്മയായിരുന്നോ? ആൻറ്റി ആയിരുന്നോ? ഞാൻ ഓർത്തു വേറെ ആരെങ്കിലും ആണെന്ന്. ആൻറ്റി വന്നായിരുന്നെങ്കിൽ അകത്തേക്ക് കയറ്റി വിടണ്ടായിരുന്നോ? അത് പിന്നെ മേഡം അല്ലേ പറഞ്ഞത്. നീ ഒന്നും പറയണ്ട, നീ പൊക്കോ. ആൻറ്റി വെയിറ്റ് ചെയ്യിപ്പിച്ചത് ശരിയായില്ല, ഒട്ടും ശരിയായില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, വീണ്ടും ശ്രുതി വഴക്കൊന്നും പറയണ്ട, വിവരമില്ലായ്മ അല്ലാതെ പിന്നെ എന്താ. അപ്പോഴത്തേക്ക് മറ്റേ പെണ്ണോട് പറഞ്ഞു, നീ ചെല്ല്, ഞങ്ങൾ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം മറ്റേ പെണ്ണങ്ങ് പോയി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ചെന്നിട്ട്, എൻ്റെ ആൻറ്റി എന്താ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്? മോളെ നീ തിരക്കിലാണോ, ജോലിയിലായിരുന്നോ? അല്ല ആൻറ്റി എന്താ പെട്ടെന്ന് ഇങ്ങോട്ട്, അത് പറ. കഴുത്തും പുറമൊക്കെ വല്ലാതെ വേദനിക്കുക. നിന്നെ കൊണ്ടൊന്ന് മസാജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. മസാജ് ചെയ്യിപ്പിക്കാനോ? ഒരു മിനിറ്റ്. എന്നിട്ട് നമ്മുടെ വിമലയോട് ചെന്നിട്ട്, അതേ മേഡം ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണേ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് നമ്മുടെ ശ്രുതി നേരെ ചന്ദ്രൻ്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, അമ്മ പറ, അല്ല അമ്മ എന്നല്ല ആൻറ്റി പറ. അത് പിന്നെ ഞങ്ങൾ പുറത്ത് പോയിരുന്നു. ശ്രുതിക്കേ വില കൂടി ഷർട്ട് ഞങ്ങൾ പോയി എടുത്തു. പിന്നെ നിന്റെ അച്ഛനും ഷർട്ട് എടുത്തു, വില കൂടി ഷർട്ടാണ് എടുത്തിരിക്കുന്നത്. നിന്റെ അച്ഛൻ രാവിലെ തന്നെ വരുമല്ലോ അല്ലേ? ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് ഓഡിറ്റോറിയത്തിൽ എത്താന്നാണ് പറഞ്ഞിരിക്കുന്നത് അച്ഛൻ. അപ്പോഴത്തേക്കും ഇതൊക്കെ വിമല കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, വിമലയല്ല അച്ഛൻ ക്യാഷ് അയച്ചു കേട്ടോ. ഇപ്പോഴാണ് ഞാൻ ബാങ്കിൽ ചെന്ന് ക്യാഷ് എടുത്തിട്ട് വന്നത് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ ക്യാഷ് എടുത്ത് കാണിക്കുകയാണ് കേട്ടോ.
അങ്ങനെ ക്യാഷ് എടുത്ത് നേരെ നമ്മുടെ ചന്ദ്രയുടെ കൈ കൊടുത്തു. ഇതാ ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട്. ക്യാഷ് കണ്ടാൽ പിന്നെ ചന്ദ്രയുടെ കണ്ണ് മഞ്ഞളിക്കാതിരിക്കില്ലല്ലോ. ചന്ദ്രയുടെ കണ്ണ് അങ്ങ് മഞ്ഞളിച്ചങ്ങ് തിളങ്ങുകയാണ് കേട്ടോ. ഓഹോ, അദ്ദേഹത്തിന് മകളോടുള്ള സ്നേഹം കണ്ടോ? ക്യാഷ് അയച്ചു തന്നല്ലേ? അദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ നിനക്ക് ക്യാഷും അയച്ചു തന്നു. ഇതൊക്കെ നേരത്തെ ചെയ്യത്തില്ലായിരുന്നോ? നിന്റെ അച്ഛനെ നിനക്ക് ശരിക്കും മനസ്സിലായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലേ നീ ചോദിക്കുമ്പോഴൊക്കെ പൈസ എടുത്ത് തരും. മിക്കവാറും നിന്നെ ഉണ്ടല്ലോ, നിന്നെ പൊന്നു പോലെ നോക്കും നിന്റെ അച്ഛൻ. നിന്നെ അത്രയ്ക്ക് ഇഷ്ടം അദ്ദേഹത്തിന്. അല്ല, നിന്റെ അച്ഛൻ തനിച്ചാണോ വരുന്നത്, അതോ മറ്റവളുണ്ടോ? ഇപ്പോഴുള്ള ഭാര്യ? അത് പിന്നെ ആ സ്ത്രീ ഇല്ല ആൻറ്റി, അങ്ങനെ വരാൻ പറ്റില്ലല്ലോ. അച്ഛൻ തനിയെ വരുന്നത്. ഓ, അത് നന്നായി. അവളെയും കൂട്ടി വന്നാലേ കാണുന്നവരൊക്കെ അതും ഇതുമൊക്കെ പറയുന്നേ. ചുമ്മാ നാണക്കേടല്ലേ? സാരമില്ല. നിന്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ ഈ ചടങ്ങിന് വരേണ്ടതായിരുന്നു. എന്ത് ചെയ്യാനാ, പാവം, നേരത്തെ മരിച്ചങ്ങ് പോയില്ലേ. ഇതെല്ലാം നമ്മുടെ വിമല കേൾക്കുകയാണ് കേട്ടോ. വിമലയുടെ ചങ്കു പൊടിയും ഇത് കേട്ട് അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ വിമലയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് ചെന്നിട്ട്, അതെ ഇപ്പം തന്നെ ഞാൻ മുഖം ക്ലീൻ ചെയ്ത് തരാമേ, ഇവിടെ ഇരിക്കേ. അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, ഇത് പുതിയ കസ്റ്റമറാണോ? പുതിയ കസ്റ്റമറാ. അതേ, ഇതുണ്ടല്ലോ എൻ്റെ മരുമകളാ. ഞാൻ ഇവളുടെ അമ്മയും. മലേഷ്യയിലെ വലിയ ബിസിനസ്സുകാരനാ അദ്ദേഹം. ഇവളുടെ അച്ഛനെ, ഇവള് വലിയ വീട്ടിലെ പെണ്ണ. പാവം, ഇവക്ക് അമ്മയില്ലെന്നേ. അസുഖം വന്ന് നേരത്തെ മരിച്ചുപോയി. എന്ത് ചെയ്യാനാ, അമ്മയില്ലാത്തവളായിട്ടാ ഈ മോള് വളർന്നത്. ഇടയ്ക്ക് എൻ്റെ മോള് അമ്മയെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെടാറും കരയാറും ഒക്കെ ഉണ്ട്. ഇവളുടെ അമ്മയില്ലെന്നുള്ള കുറവേ ഞാൻ അറിയിക്കാറേ ഇല്ല. അമ്മയുടെ സ്ഥാനത്ത് ഞാനുണ്ട്. അത് ഇവക്കറിയാം. ഞാൻ മകളെ പോലെ ഇവളെ കാണുന്നത്. ഏതായാലും എൻ്റെ സ്വന്തം മകളാണ് ഇവള്. അപ്പോഴത്തേക്കും നമ്മുടെ വിമല ഇങ്ങനെ പറയുകയാണ്, നല്ലത് തന്നെ, നിങ്ങളെപ്പോലെ നല്ലൊരു അമ്മായിയമ്മനെ കിട്ടിയല്ലോ ഈ മോക്ക്. അത് നല്ല കാര്യമാണ്. ഒരു ഭാഗ്യവതിയാ ഇവളുടെ അമ്മ. അതും കൊണ്ടാണല്ലോ നേരത്തെ മരിച്ചു പോയിട്ടും മകള് നന്നായിട്ട് ജീവിക്കുന്നത് കാണാൻ ആ സ്ത്രീക്ക് ഇപ്പോഴും കഴിയുന്നത് സ്വർഗത്തിരുന്നാണെങ്കിൽ പോലുമെന്ന്. എന്നിട്ട് കരയാണ് കേട്ടോ നമ്മുടെ വിമല. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര, ഈ സ്ത്രീ എന്തിനാ കരയുന്നത്? ഈ സ്ത്രീ ഇമോഷണൽ ആയെന്ന് തോന്നുന്നു. കേട്ടപ്പം ഇമോഷണലായി പോയായിരിക്കും ആൻറ്റി, അതായിരിക്കും കരയുന്നത്. പാവം എന്നിങ്ങനെ നമ്മുടെ ചന്ദ്ര പറഞ്ഞു. അപ്പം നമ്മുടെ വിമലയെ പറഞ്ഞു, അതെ, ഇത് കേട്ടപ്പോഴേ ഞാനും ഇച്ചിരി ഇമോഷണലായി പോയി എന്നിങ്ങനെ പറഞ്ഞു. ഈ സമയത്ത് ചന്ദ്ര പറഞ്ഞു, എങ്കിൽ പിന്നെ ഞാൻ വെളിയിൽ നിൽക്കാം മോളെ, ഞാൻ പോട്ടെ. എന്നാ വെളിയിൽ നിൽക്കുന്നില്ല, ഞാൻ പോവാ. പിന്നെ സമയം പോയി, ഏതായാലും പൈസ കിട്ടിയില്ലേ, ഞാൻ പോയി പൈസയൊക്കെ എടുത്തിട്ട് ഞാൻ ഇനിയിപ്പം മാലയൊക്കെ മേടിച്ച് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇല്ലേ, മസാജൊക്കെ ഇനി പിന്നെ ചെയ്യാന്നൊക്കെ പറഞ്ഞു. പൈസ കിട്ടിയ സന്തോഷത്തിൽ നമ്മുടെ ചന്ദ്ര അങ്ങ് പോയിട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ വിമല വല്ലാതെ അങ്ങ് കരഞ്ഞിരിക്കുകയാണ്. കാരണം സ്വന്തം അമ്മ ജീവിച്ചിരുന്നിട്ടും സ്വന്തം അമ്മ മരിച്ചു പോയി എന്ന് പറയുന്ന ഒരു അവസ്ഥ, അത് കേൾക്കേണ്ടി വരുന്ന ആ ഒരു അമ്മയുടെ അവസ്ഥ. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.